നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. ബേക്കേഴ്സ് അസോസിയേഷൻ കേരളയുടെ ഇടുക്കി ജില്ലാ കൺവെൻഷനും കുടുംബ സംഗമവും അടിമാലിയിൽ നടന്നു. മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. അടിമാലി താലൂക്ക് ആശുപത്രിയിൽ കാർഡിയോളജി OP വിഭാഗം പ്രവർത്തനം ആരംഭിക്കാനുള്ള നീക്കം അട്ടിമറിക്കപ്പെട്ടുവെന്ന ആരോപണത്തിന് മറുപടിയുമായി അഡ്വക്കേറ്റ് A. രാജ MLA. അൽ-അസർ ഡെന്റൽ മെഡിക്കൽ കോളേജിൽ അത്യാധുനിക ഡിജിറ്റൽ ഡെന്റിസ്ട്രി ലാബ് 13-ന് ഉദ്ഘാടനം ചെയ്യുമെന്ന് മാനേജ്മെന്റ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. അടിമാലി സോപാനം സാംസ്കാരിക കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ ഉമ്മൻചാണ്ടി അനുസ്മരണവും വയോജന ദിനാചരണവും നടത്തി. അഡ്വക്കേറ്റ് ചാണ്ടി ഉമ്മൻ MLA ഉദ്ഘാടനം ചെയ്തു. വാഹനാപകടത്തിൽ പരിക്കേറ്റ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന ദമ്പതികളിൽ നിന്നും നഷ്ടപരിഹാരം വാങ്ങിത്തരാമെന്ന് പറഞ്ഞ് അഡ്വക്കേറ്റ് പൈസ തട്ടിയെടുത്തതായി ആരോപണം. വാർത്തകൾ വിശദമായി. ബേക്കേഴ്സ് അസോസിയേഷൻ കേരളയുടെ ഇടുക്കി ജില്ലാ കൺവെൻഷനും കുടുംബ സംഗമവും അടിമാലിയിൽ നടന്നു. മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP കൺവെൻഷനിൽ പങ്കെടുത്തു. കൺവെൻഷന്റെ ഭാഗമായി ബേക്കറി എക്സ്പോയും സംഘടിപ്പിച്ചു. അടിമാലി ക്ലബ് ഓഡിറ്റോറിയത്തിലാണ് ബേക്കേഴ്സ് അസോസിയേഷൻ കേരളയുടെ ഇടുക്കി ജില്ലാ കൺവെൻഷനും കുടുംബ സംഗമവും ക്രമീകരിച്ചിരുന്നത്. രാവിലെ 10-ന് പതാക ഉയർത്തിയതോടെ ജില്ലാ കൺവെൻഷന് തുടക്കം കുറിച്ചു. ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. ബേക്കറികളൊക്കെ നമുക്ക് രൂപപ്പെടുത്താൻ കഴിയുന്നു എന്നുള്ളത് ആധുനികവൽക്കരണത്തിൻ്റെ പാതയിലെ ഒരു ടെക്നോളജിയാണ്. എന്നാൽ പഴയ ഓർമ്മയും ഓർമ്മയുടെ അനുബന്ധമായ ബേക്കറിയും നാട്ടിൻപുറത്ത് സുലഭമായിരുന്നൊരു കാലമുണ്ട്. അന്ന് ഇന്നുണ്ടായിരുന്നത്രയും സാധനങ്ങൾ അല്ലെങ്കിൽ ഒക്കെ ഉൽപ്പാദനം ആ രീതിയിലുണ്ടായിരുന്നില്ല. ബ്രെഡും ബണ്ണും റസ്ക്കും ഒക്കെ ആയിരുന്നൊരു സമയം നമ്മുടെ ഓർമ്മകളിൽ നിന്ന് മാഞ്ഞു പോയിട്ടുമില്ല. അതൊക്കെ ഒരു ഗ്രാമത്തിലെ ജീവനമാർഗമായി കണ്ട് അവരവർ തന്നെ ജോലി ചെയ്ത് അവരവർ തന്നെ കച്ചവടം നടത്തിയൊരു സ്ഥിതി തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ കാലാന്തരത്തിൽ കുറച്ച് മാറ്റമൊക്കെ ഉണ്ടായി. കുറേ ഡെവലപ്പ് ചെയ്തു. നമുക്കത് കേറ്ററിംഗ് സിസ്റ്റത്തിലേക്ക് പോകാൻ കഴിയുന്ന വളർച്ചയിലേക്ക് എത്തിയവരും ആ നിലയിൽ വളർന്ന് മുന്നോട്ട് വന്നിട്ടുണ്ട്. എങ്കിലും ഇത് വ്യാപകമായി എടുത്ത് പരിശോധിക്കുമ്പോൾ വളരെയേറെ ആൾക്കാർ സ്വന്തമായി തന്നെ ജോലി ചെയ്ത് ബേക്കറി നടത്തുന്ന ആൾക്കാരാണെന്നുള്ള കാര്യം സംശയമില്ലാത്ത കാര്യമാണ്. വിദ്യാഭ്യാസ മേഖലയിൽ ഉന്നത വിജയം നേടിയ സംഘടനാ അംഗങ്ങളുടെ കുട്ടികളെ ചടങ്ങിൽ അനുമോദിച്ചു. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP അനുമോദന ചടങ്ങ് നിർവഹിച്ചു. ഡെൻകെയർ മാനേജിംഗ് ഡയറക്ടർ ജോൺ കുര്യാക്കോസ് മുഖ്യപ്രഭാഷണം നടത്തി. സംഘടനാ ജില്ലാ പ്രസിഡന്റ് CR സന്തോഷ് അധ്യക്ഷനായി. കൺവെൻഷന്റെ ഭാഗമായി ബേക്കറി എക്സ്പോയും നടന്നു. 35ഓളം സ്റ്റാളുകൾ എക്സ്പോയിൽ തയ്യാറാക്കിയിരുന്നു. ബേക്കറി വ്യവസായത്തിലേക്ക് പുതുതായി കടന്നുവരാൻ ആഗ്രഹിക്കുന്നവർക്ക് സഹായകരമാകുന്ന നിലയിലാണ് ബേക്കറി എക്സ്പോ ക്രമീകരിച്ചിരുന്നത്. ബേക്കേഴ്സ് അസോസിയേഷൻ കേരളയുടെ 10ാമത് ഇടുക്കി ജില്ലാ സമ്മേളനമാണ് ഇത്തവണ അടിമാലിയിൽ നടന്നത്. ഇന്ത്യൻ ബേക്കേഴ്സ് ഫെഡറേഷൻ സ്ഥാപക പ്രസിഡന്റ് PM ശങ്കരൻ, ബേക്കേഴ്സ് അസോസിയേഷൻ കേരള സംസ്ഥാന പ്രസിഡന്റ് കിരൺ S. പാലിക്കൽ, സംസ്ഥാന ജനറൽ സെക്രട്ടറി ബിജു പ്രേംശങ്കർ, സ്റ്റേറ്റ് സെക്രട്ടറി ഡോൺ ബേസിൽ കുര്യൻ, സംഘടനാ ജില്ലാ ജനറൽ സെക്രട്ടറി ദിലീപ് NVS, PM ശങ്കരൻ, വിജേഷ് വിശ്വനാഥ്, അന്ന സൂസൻ, അനീഷ് ജോർജ്, MS അജി, സതീഷ് PD, CP പ്രേംരാജ്, അഷറഫ് നല്ലളം തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, അടിമാലി. അടിമാലി താലൂക്ക് ആശുപത്രിയിൽ കാർഡിയോളജി OP വിഭാഗം പ്രവർത്തനം ആരംഭിക്കാനുള്ള നീക്കം അട്ടിമറിക്കപ്പെട്ടുവെന്ന ആരോപണത്തിന് മറുപടിയുമായി അഡ്വക്കേറ്റ് A. രാജ MLA. അടിമാലിയിൽ നിന്നും താലൂക്ക് ആശുപത്രി മാറ്റാൻ നീക്കം നടക്കുന്നുവെന്ന ആരോപണം അടിസ്ഥാനരഹിതമാണ്. രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണ് ഇത്തരം പ്രചാരണങ്ങൾ നടക്കുന്നതെന്നും MLA അടിമാലിയിൽ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. അടിമാലി താലൂക്ക് ആശുപത്രിയിൽ കാർഡിയോളജി OP വിഭാഗം പ്രവർത്തനം ആരംഭിക്കുന്നതിനുള്ള നീക്കം അട്ടിമറിക്കപ്പെട്ടുവെന്ന ആരോപണത്തിന് മറുപടിയുമായി അഡ്വക്കേറ്റ് A. രാജ MLA. കാത്തലാമ്പടക്കം കാർഡിയോളജി വിഭാഗം പൂർണ്ണതോതിൽ പ്രവർത്തനം ആരംഭിച്ചാൽ മാത്രമേ ശരിയാം വിധം ആളുകൾക്ക് അതിന് പ്രയോജനം ലഭിക്കുകയുള്ളൂവെന്ന് MLA പറഞ്ഞു. ഇതിനായുള്ള ശ്രമം തുടർന്നു വരികയാണ്. ഇതിനായി 10 കോടിയോളം രൂപ ആവശ്യമായി വരും. ഇത് വകയെത്താൻ സർക്കാരിനെ സമീപിച്ചിട്ടുണ്ട്. കാത്തലാബിന്റെ പ്രവർത്തനം ആരംഭിക്കാൻ വേണ്ടി സർക്കാർ തീരുമാനിക്കുന്നത് 2017-ലാണ്. അടിമാലിയിലും അതുപോലെ മാനന്തവാടിയിലുള്ള ആശുപത്രിയിലും താലൂക്ക് ആശുപത്രി കാത്തലാബിൻ്റെ പ്രവർത്തനം ആരംഭിക്കാൻ വേണ്ടി തീരുമാനിച്ചു. നമുക്കന്ന് 3,87,00,000 രൂപ അനുവദിക്കുകയും മാനന്തവാടിക്ക്
9 കോടിയോളം രൂപ അനുവദിക്കുകയും ചെയ്തു. അവിടെ പ്രവർത്തനം ആരംഭിച്ചു. എന്നാൽ ഇവിടെ പ്രവർത്തനം ആരംഭിച്ചിട്ടില്ല. നിലവിൽ ഇതിൻ്റെ കെട്ടിട പണികളെല്ലാം പൂർത്തീകരിച്ച് ഇപ്പോൾ TMTയും എക്കോ അടക്കമുള്ള മെഷീനറീസ് എല്ലാം ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നെടുങ്കണ്ടത്ത് നിന്ന് ഒരു കാർഡിയോളജി ഡോക്ടറിൻ്റെ സേവനം ഒരു ദിവസത്തേക്ക് ഇവിടെ ഉറപ്പാക്കിക്കൊണ്ട് കഴിഞ്ഞ ദിവസം DMAയുടെ ഒരു ഉത്തരവ് ഉണ്ടായിരുന്നു. നമ്മുടെ ആവശ്യം അദ്ദേഹം ഇവിടെ വരുവാണെങ്കിൽ ഒരു ദിവസം പോലെ ഒരാഴ്ചയിൽ 2-3 ദിവസമെങ്കിലും ഈ ആശുപത്രി അദ്ദേഹം വരണമെന്നാണ് ആവശ്യപ്പെടുന്നത്. അതോടൊപ്പം ഇതിൻ്റെ പൂർണ്ണതോതിലുള്ള പ്രവർത്തനം ആരംഭിക്കണമെങ്കിൽ ഇപ്പോൾ സ്റ്റാഫുകളും മറ്റ് ടെക്നീഷ്യനും അതുപോലെ ഈ വന്നിട്ടുള്ള ഉപകരണങ്ങളുടെ ഇൻസ്റ്റലേഷൻ എല്ലാം പൂർത്തീകരിക്കുമ്പോൾ മാത്രമേ ഇത് പൂർണ്ണതോതിൽ നമുക്ക് തുടങ്ങാൻ കഴിയുള്ളൂ. അതുമാത്രമല്ല കാത്ത് ലാബിൻ്റെ പ്രവർത്തനം ആരംഭിക്കുമ്പോൾ ഒരു പ്രത്യേകത വെച്ചുകൊണ്ടാണ് നമ്മുടെ പ്രദേശത്തേക്ക് കാത്ത് ലാബിൻ്റെ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. അപ്പോൾ അത് പ്രവർത്തിക്കണമെങ്കിൽ ഇനിയും 10 കോടിയോളം രൂപ ആവശ്യമുണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈ 10 കോടി രൂപ ഇവിടെ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അടിമാലിയിൽ നിന്നും താലൂക്ക് ആശുപത്രി മാറ്റാൻ നീക്കം നടക്കുന്നുവെന്ന ആരോപണം അടിസ്ഥാനരഹിതമാണ്. രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണ് ഇത്തരം പ്രചാരണങ്ങൾ നടക്കുന്നതെന്നും MLA അടിമാലിയിൽ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. ഈ ആശുപത്രിക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നതിന് വേണ്ടി ഗവൺമെന്റ് തയ്യാറാകും. ചില ആളുകൾ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ വേണ്ടി ചില ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. MLA ഇവിടെ നിന്ന് മാറ്റി താലൂക്ക് ആശുപത്രിയെ മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ പോവുകയാണ് എന്നുള്ള പ്രചരണങ്ങളൊക്കെ തെറ്റായിട്ടുള്ള പ്രചരണങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 2018 മൂന്നാറിൽ ഒരു ആശുപത്രി പ്രഖ്യാപിക്കുന്നതും ഒരു താലൂക്ക് ലെവൽ ആശുപത്രി, എന്താ താലൂക്കിൽ കിട്ടുന്ന സേവനങ്ങൾ കിട്ടാവുന്ന ഒരു സ്പെഷ്യാലിറ്റി ആശുപത്രി എന്ന് മാത്രമേ ഗവൺമെൻറ് അവിടെ ഉദ്ദേശിച്ചിട്ടുള്ളൂ. പക്ഷേ താലൂക്കിൽ ഒരു ആശുപത്രി അത് അടിമാലി താലൂക്ക് ആശുപത്രിയായി തന്നെ നിൽക്കും എന്നുള്ളത് യാതൊരു സംശയവും. കേരള NGO യൂണിയൻ സംസ്ഥാന ജീവനക്കാർക്കായി ചെസ് ക്യാരംസ് മത്സരങ്ങൾ സംഘടിപ്പിച്ചു. തൊടുപുഴ ഡോക്ടർ APJ അബ്ദുൽ കലാം ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ച യോഗത്തിൽ അഡ്വക്കേറ്റ് A രാജ MLA ഉദ്ഘാടനം നിർവഹിച്ചു. കേരള NGO യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് MA അജിത് കുമാർ അധ്യക്ഷത വഹിച്ചു. മത്സരങ്ങളിൽ വയനാടും കോഴിക്കോടും ചാമ്പ്യന്മാരായി. കേരള NGO യൂണിയൻ സംസ്ഥാന ജീവനക്കാർക്കായി സംഘടിപ്പിച്ച 11ാമത് ചെസ് ക്യാരംസ് മത്സരം തൊടുപുഴ ഡോക്ടർ APJ അബ്ദുൽ കലാം ഹയർ സെക്കൻഡറി സ്കൂളിൽ അഡ്വക്കേറ്റ് A രാജ MLA ഉദ്ഘാടനം ചെയ്തു. ഒരു ജില്ലയിൽ നിന്നും വിജയിക്കപ്പെട്ട ആളുകളാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. ഉപസംസ്ഥാനതല ഒരു മത്സരത്തിൽ പങ്കെടുക്കുമ്പോൾ ജൈവരാജ്യങ്ങളെല്ലാം ഉണ്ടാകും. ജൈവരാജ്യങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്കിതിൽ പങ്കെടുക്കുക ജീവനക്കാരുടെ ഒരു ഒത്തൊരുമ, അതുപോലെ ഒരു ഐക്യം നിലനിർത്തി കൊണ്ടുപോകാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. ഇനിയും ഇതുപോലുള്ള മത്സരങ്ങളെല്ലാം നമുക്ക് സംഘടിപ്പിക്കുന്നുണ്ട്. വരും വർഷങ്ങളിലെല്ലാം തുടർച്ചയായി ഇങ്ങനെയുള്ള പരിപാടികൾ സംഘടിപ്പിക്കേണ്ടതുണ്ട്. ഇത് ഇവിടെ നടത്തുമ്പോൾ തന്നെ സംഘാടകരായിട്ടുള്ള ആളുകൾ ഇടുക്കി ജില്ലയിൽ എത്തിച്ചേരുമ്പോൾ നല്ല രീതിയിൽ ഇത് നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ തുടർച്ചയായി വരും വർഷങ്ങളിൽ കലാകായിക മത്സരങ്ങളെല്ലാം സംഘടിപ്പിച്ച് നമുക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഇതിലൂടെ സംസ്ഥാന ജീവനക്കാരുടെ നമ്മുടെ ഒരു ഐക്യം നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ളൊരു പ്രതീക്ഷയോടുകൂടി ഇതിന്റെ വിജയത്തിന് വേണ്ടി പിന്നിൽ പ്രവർത്തിച്ച മുഴുവൻ ആളുകൾക്കും എൻ്റെ എല്ലാവിധമായിട്ടുള്ള അഭിനന്ദനങ്ങളും അറിയിച്ചുകൊണ്ട്, അതുപോലെ ജില്ലയിൽ നിന്ന് വിജയിച്ചു വന്നിട്ടുള്ള ആളുകൾക്കും എൻ്റെ അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് ഞാൻ ഈ പരിപാടി വിജയകരമായി പൂർത്തീകരിക്കുന്നതിന് എല്ലാ ആശംസകളും. കേരള NGO യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് MA അജിത് കുമാർ അധ്യക്ഷത വഹിച്ചു. യൂണിയൻ ജനറൽ സെക്രട്ടറി MV ശശിധരൻ സ്വാഗതവും സംസ്ഥാന കലാസമിതി കൺവീനർ സീമ S നായർ നന്ദിയും പറഞ്ഞു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് TM ഹാജര, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ S സുനിൽകുമാർ, VK ഉദയൻ, K വിജയകുമാർ, സംസ്ഥാന കലാസമിതി അംഗം K രഞ്ജിത്ത് എന്നിവർ പങ്കെടുത്തു. മത്സരങ്ങളിൽ വയനാടും കോഴിക്കോടും ചാമ്പ്യന്മാരായി. ചെസ് മത്സരത്തിൽ സുജിത് കുമാർ MC 1ാം സ്ഥാനവും JC 2ാം സ്ഥാനവും പ്രിൻസ് KV 3ാം സ്ഥാനവും കരസ്ഥമാക്കി. ക്യാരംസ് മത്സരത്തിൽ M അമൽദാസ്, MP ശ്രീശാന്ത് 1ാം സ്ഥാനം കരസ്ഥമാക്കി. ജിജേഷ് C, സുരേഷ് ബാബു T 2ാം സ്ഥാനവും T സുമേഷ്, ഷൈലാൽ S 3ാം സ്ഥാനവും കരസ്ഥമാക്കി. സംസ്ഥാന പ്രസിഡന്റ് MA അജിത് കുമാറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന സമാപന യോഗത്തിൽ വിജയികൾക്ക് ജനറൽ സെക്രട്ടറി MV ശശിധരൻ സമ്മാനദാനം നിർവഹിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. അല്ലസർ ഡെന്റൽ മെഡിക്കൽ കോളേജിൽ അത്യാധുനിക ഡിജിറ്റൽ ഡെന്റിസ്ട്രി ലാബ് 13-ന് ഉദ്ഘാടനം ചെയ്യുമെന്ന് മാനേജ്മെന്റ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. അല്ലസർ ഗ്രൂപ്പ് സ്ഥാപനങ്ങളുടെ നിർമ്മാണ ജോലികൾ നടത്തിയ ടോപ്പ് ലൈൻ കൺസ്ട്രക്ഷൻ മാനേജിംഗ് ഡയറക്ടർ TN നാരായണൻ ഉദ്ഘാടനം നിർവഹിക്കും. അല്ലസർ ഗ്രൂപ്പ് ചെയർമാൻ ഹാജി K മൂസ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. പ്രമുഖ വ്യക്തികളും പങ്കെടുക്കും. അല്ലസർ ഡെന്റൽ മെഡിക്കൽ കോളേജിൽ അത്യാധുനിക ഡിജിറ്റൽ ഡെന്റിസ്ട്രി ലാബ് 2025 ഓഗസ്റ്റ് 13-ന് ഉദ്ഘാടനം ചെയ്യും.
നൂതന സാങ്കേതിക വിദ്യകൾ ദന്ത ചികിത്സാ രംഗത്ത് പ്രയോജനപ്പെടുത്തി മെച്ചപ്പെട്ടതും ചിലവ് കുറഞ്ഞതുമായ ചികിത്സാ സൗകര്യങ്ങൾ ലഭ്യമാക്കാനും അക്കാദമിക രംഗത്ത് മികവ് പുലർത്തുവാനും ഡിജിറ്റൽ ലാബ് സഹായകമാകും. 3D സംവിധാനങ്ങൾ, കമ്പ്യൂട്ടർ ഉപയോഗിച്ചുള്ള ഡിസൈൻ രീതികൾ തുടങ്ങിയ അത്യാധുനിക സംവിധാനങ്ങളാണ് ഡിജിറ്റൽ ലാബിൽ ഒരുക്കിയിരിക്കുന്നത്. പല്ല് മാറ്റിവെക്കുവാനായി എത്തുന്നവർക്ക് 5 മണിക്കൂറിനുള്ളിൽ ചികിത്സ പൂർത്തിയാക്കി മടങ്ങാൻ സാധിക്കും. ഡിജിറ്റൽ ഡെന്റിസ്ട്രിയുടെ ഉദ്ഘാടനം 13 രാവിലെ 10 ഡെന്റൽ കോളേജ് ഓഡിറ്റോറിയത്തിൽ നടക്കും. അൽ-അസർ ഗ്രൂപ്പ് ചെയർമാൻ ഹാജി KM മൂസ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. അൽ-അസർ ഗ്രൂപ്പ് സ്ഥാപനങ്ങളുടെ നിർമ്മാണ ജോലികൾ നടത്തിയ ടോപ്പ് ലൈൻ കൺസ്ട്രക്ഷൻ മാനേജിംഗ് ഡയറക്ടർ TN നാരായണൻ ഉദ്ഘാടനം നിർവഹിക്കും. പ്രമുഖ വ്യക്തികൾ പങ്കെടുക്കും. പല്ല് സെറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയാണെങ്കിലും പല്ല് കൃത്രിമമായിട്ട് ക്യാപ്പ് ഇടാനാണെങ്കിലും നമ്മൾ അളവെടുത്ത് പിന്നെ അതിനൊരു കാസ്റ്റ് ഒഴിച്ച് ആ കാസ്റ്റ് ലാബിൽ കൊടുത്തയച്ച് ആണ് ലാബുകാരാണ് പിന്നെ അതിൻ്റെ മുകളിൽ വാക്സ് ഒഴിച്ച് അതിനെ കാസ്റ്റ് ചെയ്തെടുത്താണ് ഒരു ക്യാപ്പ് ഉണ്ടാക്കുന്നത്. ഈ ഡിജിറ്റൽ ഡെന്റിസ്ട്രി എന്ന് പറയുമ്പോൾ ഇതെല്ലാം ഒഴിവാക്കുകയാണ്. ഫ്രം അളവെടുക്കുന്ന സ്റ്റെപ്പ് തൊട്ട് ലാബിൽ എത്തുന്നവരെ ഡിജിറ്റലായിട്ടാണ്. അപ്പം ഒരു ആൾ ഇടപെടാതെ ആകെ ഇടപെടാനുള്ള ഡോക്ടർ സ്കാൻ എടുക്കുന്നു, ഇൻട്രാഓറൽ സ്കാൻ എന്ന് പറയുന്നത് നമ്മൾ അളവെടുക്കുന്നതിന് പകരം ആ സാധനം ഇമെയിലായിട്ടോ ക്ലൗഡായിട്ടോ നമ്മൾ ലാബിലോട്ട് അയക്കുന്നു. ലാബിൽ ഇത് ചെന്ന് കഴിയുമ്പോൾ ഇത് CAD സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈൻ CAD സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ആ ക്യാപ്പ് വെർച്വലായിട്ട് ഡിസൈൻ ചെയ്യാണ്. ഫിസിക്കലായിട്ടൊന്നും ചെയ്യുന്നില്ല. എപ്പോഴും വെർച്വലായിട്ട് ഡിസൈൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് നേരെ അടുത്ത മെഷീനിലോട്ട് വിടുകയാണ്. അതാണ് കമ്പ്യൂട്ടർ എയ്ഡഡ് മാനുഫാക്ചറിങ്. വാർത്താ സമ്മേളനത്തിൽ അൽ-അസർ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഡയറക്ടർ ഡോക്ടർ KM ജാസ്, അൽ-അസർ ഡെന്റൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ഷൈനി ജോസഫ്, പ്രോസ്റ്റോഡോണ്ടിക്സ് വിഭാഗം മേധാവി ഡോക്ടർ അഞ്ജന കുര്യൻ, ഇംപ്ലാന്റോളജി വിഭാഗം മേധാവി ഡോക്ടർ KM ചെറിയാൻ, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഡോക്ടർ അരുൺ ആലപ്പാട്ട് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. അടിമാലി സോപാനം സാംസ്കാരിക കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ ഉമ്മൻചാണ്ടി അനുസ്മരണവും വയോജന ദിനാചരണവും നടത്തി. അഡ്വക്കേറ്റ് ചാണ്ടി ഉമ്മൻ MLA ഉദ്ഘാടനം ചെയ്തു. അടിമാലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൗമ്യ അനിൽ അധ്യക്ഷത വഹിച്ചു. നിരവധി വ്യക്തികൾ സംസാരിച്ചു. അടിമാലി സോപാനം സാംസ്കാരിക കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ സോപാനം സാംസ്കാരിക കേന്ദ്രത്തിൽ വെച്ച് ഉമ്മൻചാണ്ടി അനുസ്മരണവും വയോജന ദിനാചരണവും നടത്തി. അഡ്വക്കേറ്റ് ചാണ്ടി ഉമ്മൻ MLA ഉദ്ഘാടനം ചെയ്തു. ഗുരു ദൈവം എന്ന് പറയുന്നിടത്ത് നിന്ന് മാതൃഹത്യ അല്ലെങ്കിൽ പിതൃഹത്യയിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം, അത് മയക്കുമരുന്നിന്റെ വലിയൊരു തള്ളിക്കയറ്റത്തിന്റെ ഭാഗമാണ് സംഭവിക്കുന്നത്. ഞാൻ വിശ്വസിക്കുന്നു ഇത് ഏറ്റവും വലിയ ആപത്താണ്. ആ ആപത്തിനെ തടയുവാൻ നമ്മൾ ഒന്നിച്ച് തന്നെ സാധിക്കുന്നുള്ളൂ. കാരണം നമ്മുടെ ഓരോ സ്കൂളുകളിലും ഓരോ കോളേജുകളിലും ഇത് എത്തി നിൽക്കുക. തീർച്ചയായിട്ടും KSU അടക്കം എല്ലാവരും ഏത് രാഷ്ട്രീയവും നോക്കേണ്ട കാര്യമില്ല. ഏത് രാഷ്ട്രീയ പ്രസ്ഥാനമാണെങ്കിലും, വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രസ്ഥാനമാണ്, യുവജന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണെങ്കിലും, യൂത്ത് കോൺഗ്രസ് ആണെങ്കിലും ആ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ ചെലുത്തിയില്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്ത. അടിമാലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൗമ്യ അനിൽ അധ്യക്ഷത വഹിച്ചു. അടിമാലി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനസ് ഇബ്രാഹിം, അടിമാലി ശാന്തിഗിരി മഹാദേവ ക്ഷേത്രം മേൽശാന്തി അജിത് മടത്തുമുറിയിൽ, അടിമാലി ജുമാ മസ്ജിദ് ഇമാം ഷെരീഫ് അർഷാദി, ഫാദർ എൽദോസ് കൂറ്റപ്പാല കോർ എപ്പിസ്കോപ്പ, വിശ്വദീപ്തി CMA പബ്ലിക് സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ രാജേഷ് ജോർജ്, KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ, ജേക്കബ് പോൾ, സോപാനം ഡയറക്ടർ ഫാദർ ഷിൻഡോ കോലത്തുപടവിൽ CMI എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. വാഹനാപകടത്തിൽ പരിക്കേറ്റ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന ദമ്പതികളിൽ നിന്നും നഷ്ടപരിഹാരം വാങ്ങിത്തരാമെന്ന് പറഞ്ഞ് അഡ്വക്കേറ്റ് പൈസ തട്ടിയെടുത്തതായി ആരോപണം. പള്ളിവാസൽ കരിപ്പേത്തറയിൽ വീട്ടിൽ സുലോചന പ്രകാശാണ് ആരോപണവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. പലതവണയായി വലിയ തുക ഇയാൾക്ക് നൽകിയിട്ടും കേസിൽ യാതൊരു പുരോഗതിയും ഉണ്ടായില്ല. ഇതേ തുടർന്ന് കൂടുതൽ അന്വേഷിച്ചപ്പോൾ ഇയാളെ ബാർ അസോസിയേഷനിൽ നിന്നും പുറത്താക്കിയതാണെന്നും മറ്റു പലരെയും ഇങ്ങനെ പറ്റിച്ചിട്ടുണ്ടെന്നും അറിഞ്ഞതെന്നും സുലോചന വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. 19 നവംബർ മാസം 18-ാം തീയതി ഒരു ഓട്ടോറിക്ഷ ആനവരട്ടി എസ് വളവിൽ വെച്ചൊരു ഓട്ടോറിക്ഷ മറിഞ്ഞ് എൻ്റെ 3 വാരിയലൊടിയുകയും എൻ്റെ ശ്വാസകോശത്തിന് പരിക്കേൽക്കുകയും ഞാൻ 1 വർഷത്തോളം റെസ്റ്റിലായിരുന്നു. അപ്പം ഞാൻ ആശുപത്രി കിടന്ന സമയത്ത് ഈ അഡ്വക്കേറ്റ് പ്രതീഷ് പ്രഭ എൻ്റെ അടുത്ത് വന്നിട്ട് കേസ് പുള്ളി നടത്തി തന്നോളാം എന്നും പറഞ്ഞ് എന്നോട് വക്കാലത്തും ഒപ്പിട്ടുകൊണ്ട് പോയി. അത് കഴിഞ്ഞ് എനിക്ക് നടക്കാറായി കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ഹോസ്പിറ്റൽ ഡീറ്റെയിലും എൻ്റെ ബാങ്കിൻ്റെ പാസ്ബുക്കും ആധാർ കാർഡും എല്ലാം മേടിച്ചുകൊണ്ട് പോയി. ഞാൻ 2022 മുതൽ എൻ്റെ കേസ് എന്തായി എന്ന് അന്വേഷിച്ചിട്ട് പുള്ളി എന്നെ ഓരോ മാസം ഡേറ്റ് പറഞ്ഞ്
ഈ മാസം 15-ാം തീയതി പറഞ്ഞാൽ അടുത്ത മാസം 17-ാം തീയതി പറയും. അങ്ങനെ എന്നെ 6 വർഷമായിട്ട് പുള്ളി ഓരോ ഡേറ്റുകളും പറഞ്ഞ് പറ്റിച്ച് എൻ്റെ കേസ് 2023 മാർച്ച് 1-ാം തീയതി അടിമാലിയിൽ ഈ വണ്ടിയുടെ ഉടമ ഫൈൻ അടച്ച് കേസ് അവിടെ ക്ലോസ് ചെയ്തിരിക്കുന്നതാണ്. അത് കഴിഞ്ഞിട്ട് എൻ്റെ കേസ് ഫയൽ ചെയ്തിട്ടില്ല. അതെന്താണ് ചെയ്തതെന്ന് എനിക്കറിയില്ല. ഞാൻ ഈ ജനുവരി വരെ, ഈ 2025 ജനുവരി 1st വീക്ക് വരെ ഞാൻ പുള്ളിയുടെ അടുത്ത് എല്ലാ മാസവും പോകുന്നുണ്ടായിരുന്നു. അതിനിടയ്ക്ക് പുള്ളി ഡോക്ടറെ കണ്ട് സർട്ടിഫിക്കറ്റ് മേടിക്കാനാണ്, തൊഴിലുകൾക്ക് പോകാനാണ് എന്നൊക്കെ പറഞ്ഞ് എന്നോട് കുറേ പൈസകൾ 1 ലക്ഷം രൂപയ്ക്ക് മേളിൽ എന്നോട് മേടിച്ചിട്ടുണ്ട്. ഇതെല്ലാം മേടിച്ചിട്ടും എൻ്റെ കേസിനൊരു തീരുമാനമാക്കി തന്നിട്ടില്ല. ഇന്ന് എനിക്ക് അതിനോടനുബന്ധിച്ച് എനിക്ക് ശ്വാസം മുട്ടാണ്, ശ്വാസകോശത്തിന് കംപ്ലൈൻ്റ് ഉണ്ട്. എന്നോട് MRI എടുക്കാൻ പറഞ്ഞ അടിമാലിലെ രഞ്ജിത്ത് ഡോക്ടർ എഴുതി തന്നേക്കുക. അതിന് പോലും പൈസ ഇല്ലാതെ ഞാനിങ്ങനെ നടക്കുവാണ്. അപ്പോൾ ഇത് ഞങ്ങളുടെ വാർഡിലെ മെമ്പറാണ്. അതിലുപരി എന്നെ അവിടെ കല്യാണം കഴിച്ചു കൊണ്ടിരുന്ന പോലെ എന്നെ അറിയാവുന്ന ആളാണ് പുഷ്പ. അതൊക്കെ കഴിഞ്ഞിട്ടും പുള്ളി തന്നെ ഇത് നടത്തിക്കോളാം. പുള്ളിയോട് ഞാൻ പല പ്രാവശ്യം ചെന്നിച്ച് പറഞ്ഞു, എൻ്റെ വക്കാലത്ത് തിരിച്ചാട്ടെ, സാറിന് നടത്താൻ പറ്റില്ലെങ്കിൽ ഞാൻ അടുത്ത അഡ്വക്കേറ്റിനെ കൊണ്ട് നടത്തിച്ചോളാം എന്നൊക്കെ ഞാൻ പുള്ളിയോട് പറഞ്ഞതാണ്. പുള്ളി എൻ്റെ വക്കാലത്ത് തിരിച്ചു തന്നില്ല. ഞാൻ നടത്തുവാണെന്ന് പറഞ്ഞ് 6 വർഷമാണ് എന്നെ പറ്റിച്ചത്. എല്ലാവർക്കും ബിരുദം എന്ന ആശയവുമായി ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ 2025 UG PG ക്ലാസുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സെപ്റ്റംബർ 10 വരെ ഓൺലൈനായി അപേക്ഷിക്കാം. 29 UG PG പ്രോഗ്രാമുകൾക്കും 3 സർട്ടിഫിക്കറ്റ് പ്രോഗ്രാമുകൾക്കുമാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. എല്ലാവർക്കും ബിരുദം എന്ന ആശയവുമായി ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ 2025 UG PG അഡ്മിഷൻ ആരംഭിച്ചു. സെപ്റ്റംബർ 10 വരെ ഓൺലൈനായി www.sgou.ac.in എന്ന വെബ്സൈറ്റിലൂടെ ഫീസ് അടച്ച് രജിസ്റ്റർ ചെയ്യാം. ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ ജനാധിപത്യവൽക്കരിക്കുക എന്ന ലക്ഷ്യത്തോടെ നിലകൊള്ളുന്ന ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി 5ാം വർഷത്തിലേക്ക് കടന്നിരിക്കുന്ന ഈ വേളയിൽ കേരളത്തെ സമ്പൂർണ്ണ ബിരുദ സംസ്ഥാനമാക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തി 29 UG PG പ്രോഗ്രാമുകൾക്കും 3 സർട്ടിഫിക്കറ്റ് പ്രോഗ്രാമുകൾക്കുമാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. MBA MCA പ്രോഗ്രാമുകൾ കൂടി യൂണിവേഴ്സിറ്റി ഈ അധ്യയന വർഷം ആരംഭിക്കും. UGC അംഗീകാരം ലഭിച്ചിട്ടുണ്ട്. നോട്ടിഫിക്കേഷൻ പിന്നീട് പ്രസിദ്ധീകരിക്കും. 5 റീജിയണൽ സെന്ററുകളുടെ പരിധിയിലായി കേരളത്തിലുടനീളം പഠിതാക്കളുടെ സൗകര്യാർത്ഥം 45 പഠന കേന്ദ്രങ്ങളുണ്ട്. ഇടുക്കി ജില്ലയിൽ ഗവൺമെന്റ് കോളേജ് കട്ടപ്പന ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ പഠന കേന്ദ്രമായി പ്രവർത്തിക്കുന്നുണ്ട്. അതായത് ഉന്നത വിദ്യാഭ്യാസത്തെ ജനകീയവൽക്കരിക്കുക എന്ന ലക്ഷ്യത്തോടെ നിലകൊള്ളുന്ന ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി 5ാം വർഷത്തിലോട് കിടക്കുകയാണ്. ഈ വർഷം നമ്മൾ 31 പ്രോഗ്രാമിനാണ് നമ്മൾ നോട്ടിഫിക്കേഷൻ ചെയ്തിരിക്കുന്നത്. അതിൽ 17 UGയും 14 PG. അതിൽ 6 പ്രോഗ്രാം നമ്മുടെ NEP പ്രകാരം 4 ഇയറിലോട്ട് പോയിട്ട് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു ഓപ്പൺ യൂണിവേഴ്സിറ്റി 4 ഇയറിലോട്ട് പോകുന്നത് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയാണ്. അതിൽ തന്നെ നമുക്ക് എക്സിറ്റ് ഓപ്ഷൻ കൊടുക്കുന്നുണ്ട്. 3 വർഷം കഴിഞ്ഞാൽ അവർക്ക് ഡിഗ്രിയോട് പോകാം. 4 വർഷം കംപ്ലീറ്റ് ചെയ്താൽ ഓണേഴ്സ് ഡിഗ്രിയോട്. അതുപോലെ 14 PG പ്രോഗ്രാമുണ്ട്. ഇത്തവണ നമ്മൾ MBA MCയുടെ അഡ്മിഷൻ എൻട്രൻസ് ആദ്യമായിട്ട് അഡ്മിഷൻ തുടങ്ങുവാണ്. അത് ഈ ആഴ്ചയിൽ അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് വരും. ബാക്കി എല്ലാത്തിൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞത് സെപ്റ്റംബർ 10 ആണ്. അതാണ് നിങ്ങളൊന്ന് പറയേണ്ടത്. അത് നമ്മൾ UGCയുടെ ഡേറ്റ് വെച്ചിട്ടാണ് നമ്മൾ ആക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മൾ ഇടുക്കിയിൽ ഇപ്പോൾ ഒരു കട്ടപ്പന ഗവൺമെൻറ് കോളേജ് നമ്മുടെ ഒരു LSC ആണ്. ഇത്തവണ ഒരു LSC കൂടെ നമ്മൾ എടുക്കുന്നുണ്ട്. അതായത് ഹോളി ക്രോസ് കോളേജ് ഇടുക്കി അല്ലെങ്കിൽ വേറെ നമ്മുടെ ഇൻസ്പെക്ഷൻ ഇന്ന് പോയിട്ടുണ്ട്. അത് ഫൈനലൈസ് ചെയ്ത കുട്ടികളുടെ സൗകര്യാർത്ഥം വന്ന് പോയി പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു LSC കൂടെ നമ്മൾ ഈ തവണ ഇടുക്കി ഡിസ്ട്രിക്റ്റിൽ തുടങ്ങുന്നുണ്ട്. നമ്മളിപ്പോൾ എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് വിളിച്ചപ്പം ഹോളി ക്രോസ് കോളേജാണ് തന്നേക്കുന്നത്. ഇന്ന് നമ്മുടെ സിൻഡിക്കേറ്റ് മെമ്പേഴ്സ് അവിടെ ഇൻസ്പെക്ഷന് പോയിട്ടുണ്ട്. പിന്നെ എണ്ണം കൂടുതലാണെങ്കിൽ നമ്മൾ കൂടുതൽ LSCകൾ തുടങ്ങുന്നതായിരിക്കും. തൊടുപുഴയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ ജഗതിരാജ് VP, തൃപ്പൂണിത്തുറ റീജിയണൽ ഡയറക്ടർ ടോജോമോൻ മാത്യു, ഡോക്ടർ റെനി സെബാസ്റ്റ്യൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. വണ്ണപ്പുറം YMCAയുടെ നേതൃത്വത്തിൽ ക്രിസ്ത്യൻ ന്യൂനപക്ഷ പീഡനത്തിനും അക്രമത്തിനുമെതിരെ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. വണ്ണപ്പുറം അറ്റ്ലാന്റ ഓഡിറ്റോറിയത്തിൽ ചേർന്ന യോഗം കാളിയാർ ഫൊറോന വികാരി ഫാദർ ജോസഫ് മുണ്ടുനടയിൽ ഉദ്ഘാടനം ചെയ്തു. വണ്ണപ്പുറം ടൗൺ പള്ളി വികാരി റവറന്റ് ഡോക്ടർ ജിയോ തടിക്കാട്ട് മുഖ്യ പ്രഭാഷണം നടത്തി. ക്രിസ്ത്യൻ ന്യൂനപക്ഷ പീഡനത്തിനും അക്രമത്തിനുമെതിരെ വണ്ണപ്പുറം YMCAയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. വണ്ണപ്പുറം അറ്റ്ലാന്റ ഓഡിറ്റോറിയത്തിൽ ചേർന്ന യോഗം കാളിയാർ ഫൊറോന വികാരി ഫാദർ ജോസഫ് മുണ്ടുനടയിൽ ഉദ്ഘാടനം ചെയ്തു. ഒരു കാലഘട്ടത്തിൽ കേരളത്തിൽ നമ്മൾ പിന്നെയും ഒരു ഭൂരിപക്ഷം ആയിരുന്നെന്ന് പറയാൻ പറ്റുന്നെങ്കിലും ഇപ്പോഴതും നമ്മൾ ഏറ്റവും താഴെ ന്യൂനപക്ഷമായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ അംഗസംഖ്യ
കുറഞ്ഞു പോകുന്നുണ്ട്, അല്ലെങ്കിൽ കുറഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. വെറും ന്യൂനപക്ഷമായിട്ട് പറഞ്ഞാൽ നമുക്ക് ന്യൂനപക്ഷമായിട്ട് നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ന്യൂനപക്ഷമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ തീർച്ചയായിട്ടും നമുക്ക് ഒത്തിരി പീഡനങ്ങൾ ഏൽക്കേണ്ടി വരും. അതിന് യാതൊരു സംശയമില്ല, അത് സ്വാഭാവികമാണ്. കയ്യൊക്കെ ഉള്ളവൻ കാര്യക്കാരനായിട്ട് മാറുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുക. അപ്പോൾ കയ്യൊക്കെ ഉള്ളവരും അംഗസംഖ്യയുള്ളവരും അംഗസംഖ്യ കുറഞ്ഞവരെയും കയ്യൊക്കെ കുറഞ്ഞവരെയും ഉപദ്രവിക്കും എന്നതിന് യാതൊരു സംശയമില്ല. അതൊരു സ്വാഭാവികം, ഒരു നാട്ടുനീതിയായിട്ട് വരാവുന്ന കാര്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. വണ്ണപ്പുറം ടൗൺ പള്ളി വികാരി റവറൻ ഡോക്ടർ ജിയോ തടിക്കാട്ട് മുഖ്യപ്രഭാഷണം നടത്തി. നമ്മുടെ പ്രിയപ്പെട്ട റാണി മരിയ സിസ്റ്റർ 1995 ഫെബ്രുവരി മാസം 25-ാം തീയതി ഒരു ബസ്സിൽ ഉദയനഗറിൽ നിന്നും ഇൻഡോറിലേക്ക് യാത്ര ചെയ്യുകയും ഒരു അക്രമിയാൽ ആക്രമിക്കപ്പെടുകയും 56 വെട്ടുകളേറ്റ് ആ ബസ്സിൽ വെച്ച് തന്നെ ആ സിസ്റ്റർ ഈശോയുടെ നാമം ഉച്ചരിച്ചുകൊണ്ട് മരണമടയുകയും ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് ജോണി ജോസഫ് മൂലേലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ എക്സിക്യൂട്ടീവ് മെമ്പർ മൈക്കിൾ തോമസ് പ്രമേയ അവതരണം നടത്തി. ഫാദർ ജെയിംസ് ഏഴാനിക്കാട്ട്, ഫാദർ ലിറ്റോ ആന്റണി, മദർ സുപ്പീരിയർ സിസ്റ്റർ ജസ്ലറ്റ് SD എന്നിവർ പ്രസംഗിച്ചു. സെക്രട്ടറി റോയി തുമ്മളിൽ സ്വാഗതവും എക്സിക്യൂട്ടീവ് മെമ്പർ സജി പോൾ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, വണ്ണപ്പുറം. കോതമംഗലത്ത് സുവർണരേഖ കലാസാഹിത്യ സാംസ്കാരിക സംഘടനയും മെന്റർ അക്കാദമിയും സംയുക്തമായി പൊൻതിളക്കം സംഘടിപ്പിച്ചു. സ്ത്രീകൾ വേദിയിലും പുരുഷന്മാർ ശ്രോതാക്കളുമായി സദസ്സിലും ഇരുന്ന് നടത്തിയ പരിപാടി വേറിട്ട അനുഭവമായി മാറി. വ്യത്യസ്ത വിഷയങ്ങളിൽ വനിതാ എഴുത്തുകാരുടെ പ്രസംഗവും നടത്തി. നോവലിസ്റ്റ് റീജ ജോസ് ഉദ്ഘാടനം നിർവഹിച്ചു. ആശാ ലിലി തോമസ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. നിരവധി വ്യക്തികൾ സംസാരിച്ചു. കോതമംഗലത്ത് സുവർണരേഖ കലാ സാഹിത്യ സാംസ്കാരിക സംഘടനയും മെന്റർ അക്കാദമിയും സംയുക്തമായി പൊൻതിളക്കം സംഘടിപ്പിച്ചു. സ്ത്രീകൾ വേദിയിലും പുരുഷന്മാർ ശ്രോതാക്കളായി സദസ്സിലും എത്തിയ പെൺതിളക്കം പ്രോഗ്രാം വേറിട്ട അനുഭവമായി. വ്യത്യസ്ത വിഷയങ്ങളിലുള്ള 16 എഴുത്തുകാരികളുടെ പ്രസംഗങ്ങളും ശ്രദ്ധേയമായിരുന്നു. നോവലിസ്റ്റ് റീജ ജോസ് ഉദ്ഘാടനം ചെയ്തു. ആശാ ലിലി തോമസ് അധ്യക്ഷത വഹിച്ചു. മാധ്യമപ്രവർത്തക റീന വർഗീസ് മുഖ്യപ്രഭാഷണം നടത്തി. ഓമന NC, കാർത്തിക, റാബി അബ്ദുൽ ഖാദർ, ലീലാവതി A, ഡോളി ലൂയിസ്, ഉഷ മുരുകൻ, കസ്തൂരി മാധവൻ, ബിന്ദു ജിജി, സരസു മുന്തൂർ, സജി CS, ഓമന അമ്മ K പട്ടാൽ, നസിമ അലി, ചന്ദ്രലേഖ AC, മിനി എൽദോസ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. ജില്ലാ പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് 8 ലക്ഷം രൂപ ചെലവഴിച്ച നവീകരണം നടത്തിയ കമ്പിപ്പാലം ചിലവ് റോഡിന്റെ ഉദ്ഘാടനം നടത്തി. ജില്ലാ പഞ്ചായത്ത് മെമ്പർ പ്രൊഫസർ MJ ജേക്കബ് ഉദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് നിസാമോൾ ഷാജി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. മെമ്പർമാരായ ആൻസി സിറിയക്, AN ദിലീപ് കുമാർ, ബൈജു വറവുങ്കൽ, ബിബിൻ അഗസ്റ്റിൻ, ടെസി വിൽസൺ, ഷേർലി സെബാസ്റ്റ്യൻ, വിവിധ കക്ഷി നേതാക്കളായ പോൾ കുഴിപ്പിള്ളിൽ, PK ശിവൻകുട്ടി, ജെയിംസ് തുലാമറ്റം, ഗിരിയച്ചൻ പറയനിലം, ജോസ് കൊട്ടാരം, ഐസക് പാറത്തട്ടിൽ എന്നിവർ പങ്കെടുത്തു. ഏതായാലും ഈ പണി നന്നായി പൂർത്തീകരിക്കാൻ സാധിച്ചു എന്നുള്ളത് വലിയ കാര്യമാണ്. നമുക്കറിയാം, ഇപ്രാവശ്യം ഒട്ടേറെ ആവശ്യങ്ങളുണ്ട്. കരിമണ്ണൂർ പഞ്ചായത്തിലെ പല ഗ്രാമീണ റോഡുകൾ ഇനിയും പണി തീർന്നിട്ടില്ല. പക്ഷേ കഴിഞ്ഞ 5 വർഷക്കാലത്ത് നമുക്കറിയാം ത്രിതല പഞ്ചായത്തുകളുടെ ഫണ്ടിൻ്റെ അപര്യാപ്തത. ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റുണ്ട്, മെമ്പർമാരുണ്ട്. ആവശ്യങ്ങൾ വളരെ ധാരാളമാണ്. കാരണം കാലാവസ്ഥാ വ്യതിയാനം കൊണ്ട് റോഡുകൾ മുഴുവനും താഴ്ന്നിരിക്കുകയാണ്. കാരണം മിക്കവാറും സ്ഥലങ്ങളിലെല്ലാം റബ്ബർ തോട്ടമാണ്, മറ്റു മരങ്ങളാണ്. അപ്പോൾ ഈ മഴ പെയ്യുമ്പോൾ ഈ റോഡുകളെല്ലാം വെള്ളമടിച്ച് ഈ റോഡുകളെല്ലാം തകർന്നുകൊണ്ടിരിക്കുകയാണ്. ഗുണനിലവാരം കുറഞ്ഞ റോഡുകൾ പെട്ടെന്ന് പോകും. പക്ഷേ ഇതെല്ലാം മെയിൻ്റനൻസിനുള്ള ഫണ്ടുകൾ നമുക്ക് പലപ്പോഴും കിട്ടാതെ വരുന്നതിൻ്റെ പ്രായോഗിക ബുദ്ധിമുട്ടുകൾ പഞ്ചായത്ത് മെമ്പർമാരും നമ്മുടെ നാട്ടിലുള്ള ജനങ്ങളും അനുഭവിക്കുന്നുണ്ട്. അത് ഒരു പരിധിവരെ ഈ പ്രദേശത്ത് നമുക്ക് കൊടുക്കാൻ പറ്റുന്നതിൻ്റെ പരമാവധി ഫണ്ട് കൊടുക്കാൻ പറ്റി. എനിക്കറിയാം, ഈ ജില്ലയിലെ ഏറ്റവും വിസ്തൃതമായിട്ടുള്ള ഒരു ജില്ലാ പഞ്ചായത്താണ് മൂലമറ്റം ഡിവിഷൻ എന്ന് പറയുന്നത്. അങ്ങ് വാഗമണ്ണ് വരെ വിസ്തീർണതയുള്ള ഒരു ജില്ലാ പഞ്ചായത്ത് ആസൂത്രണ ഡിവിഷനാണ്. അപ്പോൾ ഇവിടെ ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ പരമാവധി ചെയ്യാൻ പറ്റി. കരിമണ്ണൂർ ഗ്രാമപഞ്ചായത്തിൽ നിരവധിയായ റോഡുകൾ കുറേ വർഷങ്ങളായിട്ട് തകർന്നു കിടക്കുന്ന റോഡുകളെല്ലാം നമ്മൾ ഈ കുറേ നാളുകൾ മുമ്പ് വരെ പ്രശ്നങ്ങളായി കിടന്ന ആളുകൾക്ക് ഗതാഗത യോഗ്യമല്ലാത്ത കുറേ റോഡുകളെങ്കിലും ഉണ്ടായിരുന്നു. അതെല്ലാം നമുക്കറിയാം, ജില്ലാ പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും കരിമണ്ണൂർ ഗ്രാമപഞ്ചായത്തും ഇടപെട്ട് നല്ല രീതിയിൽ ഇപ്പോൾ അതിൻ്റെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് പ്രവർത്തനങ്ങളെല്ലാം നടന്നു വരികയാണ്. ബഹുമാനപ്പെട്ട PJ ജോസഫ് സാറ് ഈ വാർഡിലേക്ക് ഈ ചെലവ് കുരിശുംതൊട്ടി റോഡിന് 15 ലക്ഷം രൂപയും എൻ്റെ വാർഡിൽപ്പെട്ട പന്നൂർ കുരുമാറൻ റോഡിന് 10 ലക്ഷം രൂപയും അനുവദിക്കുകയുണ്ടായി. അപ്പോൾ നിരവധിയായ വികസന പ്രവർത്തനങ്ങൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസം പഞ്ചായത്ത് പ്രസിഡന്റ് പറയുകയുണ്ടായി. കരിമണ്ണൂർ പഞ്ചായത്തിൽ ഏറ്റവും കൂടുതൽ
ഫണ്ട് ഈ ജില്ലാ പഞ്ചായത്തിൻ്റെയും അതുപോലെ MLA ഒക്കെ ഫണ്ട് കഴിഞ്ഞ മാർച്ചിൽ നമുക്ക് അനുവദിച്ച 10 ലക്ഷം രൂപ ഇവിടുത്തെ എസ്റ്റിമേറ്റ് എടുക്കാൻ കരിമണ്ണൂർ പഞ്ചായത്തിന് സാധിക്കാതെ വന്നു. അത്രയും ഫണ്ടാണ് കരിമണ്ണൂരിൽ വന്നിരിക്കുന്നത്. ആ അത് ഇപ്പം ഏകദേശം ബ്ലോക്കിൽ നിന്നാണ് നമ്മുടെ പദ്ധതി നടത്തുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് ഈ ജേക്കബ് സാറിനെയും ബഹുമാനപ്പെട്ട MLAയും ഒക്കെ അഭിനന്ദിച്ചുകൊണ്ട് ഏതായാലും നല്ല രീതിയിൽ ഇത് പൂർത്തീകരിച്ച ഇവിടുത്തെ ആളുകളുടെ വളരെ നാളത്തെ ഒരു പരാതിക്ക് പരിഹാരമുണ്ടായിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ കരിമണ്ണൂർ പഞ്ചായത്തിൽ നിരവധി വികസന പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് നൽകുന്ന ബഹുമാനപ്പെട്ട ജേക്കബ് സാറിനെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. വണ്ടിപ്പെരിയാർ മണൽമുക്ക് CSI പള്ളി റോഡ് നിർമ്മാണം പൂർത്തിയായി. MLA ആസ്തി വികസന ഫണ്ടിൽ നിന്നും 20 ലക്ഷം രൂപ അനുവദിച്ച് നിർമ്മാണം പൂർത്തിയാക്കിയ മണൽമുക്ക് CSI പള്ളി റോഡിന്റെ ഉദ്ഘാടനം വാഴൂർ സോമൻ MLA നിർവഹിച്ചു. വണ്ടിപ്പെരിയാർ മണൽമുക്ക് CSI പള്ളി റോഡ് നിർമ്മാണം പൂർത്തിയായി. MLA വാഴൂർ സോമൻ റോഡിന്റെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു. പീരുമേട് MLA വാഴൂർ സോമന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 20 ലക്ഷം രൂപ അനുവദിച്ചാണ് വണ്ടിപ്പെരിയാർ മണൽമുക്ക് CSI പള്ളി റോഡ് നിർമ്മാണം പൂർത്തിയാക്കിയത്. പതിറ്റാണ്ടുകളായി തകർന്നു കിടന്ന റോഡിന്റെ ആദ്യത്തെ 600 മീറ്റർ ഭാഗമാണ് നിർമ്മാണം പൂർത്തിയാക്കിയിരിക്കുന്നത്. CSI ദേവാലയ ഇടവകാംഗങ്ങളുടെയും വാട്ടർ അതോറിറ്റി ടെലിഫോൺ ടവർ ജീവനക്കാരുടെയും പ്രദേശവാസികളുടെയും വർഷങ്ങളായുള്ള ആവശ്യമാണ് സാക്ഷാത്കൃതമായിരിക്കുന്നതെന്ന് റോഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് MLA വാഴൂർ സോമൻ അറിയിച്ചു. നമ്മുടെ വാട്ടർ അതോറിറ്റിയുടെ ടാങ്കും മറ്റ് സംവിധാനങ്ങളും ഇവിടെയാണ് ഒരുക്കിയിട്ടുള്ളത്. അതേപോലെ തന്നെ മൊബൈൽ ടവറുകൾ ഇവിടെയാണ് ഒരുക്കിയിട്ടുള്ളത്. ചില കുടുംബങ്ങൾ അവിടെ താമസമുണ്ട്. സ്വാഭാവികമായും റോഡ് നന്നായി കിടക്കേണ്ടത് വളരെ അപേക്ഷിതമാണ് എന്ന കാര്യം വളരെ നേരത്തെ തന്നെ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടതാണ്. ജില്ലാ പഞ്ചായത്ത് മെമ്പറായിരുന്ന സന്ദർഭത്തിൽ തന്നെ അന്ന് ജോമണി അച്ഛൻ എന്നോട് ഇക്കാര്യം സൂചിപ്പിച്ചതാണ്. CSI ഈസ്റ്റ് കേരള മഹാ ഇടവക ബിഷപ്പ് റൈറ്റ് റവറൻ VS ഫ്രാൻസിസ് ഉദ്ഘാടന ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു. വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീരാമൻ, പഞ്ചായത്ത് അംഗം B ജോർജ്, റവറൻ TJ ബിജോ, S വർഗീസ് ജോർജ്, T ജോയി, കുമാർ, ഇടവക വികാരി റവറൻ ഡോക്ടർ KD ദേവസ്യ, കൗൺസിൽ ജില്ലാ സെക്രട്ടറി ജോൺ പോൾ, ഇടവക സെക്രട്ടറി സെൽവിൻ SP, മറ്റ് ഇടവക വൈദികർ എന്നിവർ ഉദ്ഘാടന ചടങ്ങിൽ സംസാരിച്ചു. നിരവധി ഇടവകാംഗങ്ങളും പ്രദേശവാസികളും ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. BBC ന്യൂസ് വണ്ടിപ്പെരിയാർ. മനോഹരമായ വീടുകൾക്ക് അടിത്തറപ്പാകുന്ന ചെല്ലപ്പൻ മേസ്തിരിയുടെ ഓടക്കുഴൽ വായന കേൾവിക്കാരിൽ അത്ഭുതമുണർത്തുന്നതാണ്. ഒരു ഗുരുവിന്റെയും അടുത്ത് ദക്ഷിണ വെക്കാതെ സ്വയം പരിശീലിച്ചാണ് അറക്കുളം 12-ാം മൈൽ സ്വദേശി വടക്കേടത്ത് ചെല്ലപ്പൻ ഓടക്കുഴൽ വായിക്കുന്നത്. അച്ഛൻ ഓടക്കുഴൽ വായിക്കുന്നത് കേട്ട് ഓടക്കുഴൽ അഭ്യസിച്ച ഇദ്ദേഹം ജോലി കഴിഞ്ഞ് കിട്ടുന്ന സമയം മുഴുവനും ഓടക്കുഴൽ പരിശീലിക്കുന്നതിനായി മാറ്റിവെച്ചു. ഇപ്പോൾ ക്ഷേത്രങ്ങളിൽ ഉൾപ്പെടെ ഓടക്കുഴൽ വായിക്കുവാൻ പോകാറുണ്ട്. മതമൈത്രിയുടെ സന്ദേശമാണ് ഓടക്കുഴലിലൂടെ പുറത്തുവരുന്നവയിൽ ഏറെയും. 16-ാമത്തെ വയസ്സിലാണ് ചെല്ലപ്പൻ മേസ്തിരി പണി ആരംഭിച്ചത്. അച്ഛൻ വേലായുധനൊപ്പമായിരുന്നു ജോലി. ഇലവീഴ പൂഞ്ചിറ ടൂറിസ്റ്റ് കേന്ദ്രത്തിന് സമീപമുള്ള ചക്കിക്കാവ് സെന്റ് മേരീസ് പള്ളിയുടെ നിർമ്മാണമായിരുന്നു ആദ്യം ചെയ്ത ജോലി. ജോലി ആരംഭിച്ച അതേ വർഷം തന്നെ ഓടക്കുഴൽ വായനയും ആരംഭിച്ചു. അച്ഛൻ ഓടക്കുഴൽ വായിക്കുന്നത് കണ്ടും കേട്ടുമാണ് വായിക്കാൻ പഠിച്ചത്. ഇതിനായി സ്വന്തമായി ഓടക്കുഴൽ വാങ്ങി. എല്ലാം കൂടെ ഒരു 40 അമ്പലങ്ങളും പോയിട്ടുണ്ട്, മറ്റുള്ള ദേവാലയങ്ങളിലൊക്കെ പോയി വായിച്ചിട്ടുണ്ട്. എൻ്റെ അച്ഛന് ഈ ഓടക്കുഴലുണ്ടായിരുന്നു. ആ ഓടക്കുഴൽ അച്ഛൻ ഇന്നും വൈകുന്നേരം വായിക്കും. അത് കേട്ട് ഞാൻ കേട്ട് അങ്ങനെ തുടങ്ങിയത്. അത് വായിക്കുന്ന ഒരു ആഗ്രഹം മനസ്സിൽ അന്ന് മുതലാണ് എൻ്റെ മനസ്സിൽ പാടുന്ന ആഗ്രഹം വന്നത്. അങ്ങനെ വായിച്ച് തുടങ്ങി. 7 സ്വരങ്ങളുടെയും നോട്ടുകൾ സ്വയം തയ്യാറാക്കിയായിരുന്നു പരിശീലനം. അതിരാവിലെ എഴുന്നേറ്റ് പരിശീലനം നടത്തും. പിന്നീട് ജോലിക്ക് പോകും. ജോലി കഴിഞ്ഞ് വീട്ടിലെത്തിയ ശേഷം രാത്രിയിൽ വീണ്ടും പരിശീലനം നടത്തും. വീടിന് സമീപത്തുമുള്ള അറക്കുളം ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലായിരുന്നു ഓടക്കുഴൽ വായിച്ച് അരങ്ങേറ്റം നടത്തിയത്. ഹൈന്ദവ ക്രിസ്ത്യൻ കീർത്തനങ്ങളാണ് ഓടക്കുഴൽ കയ്യിലെടുത്താൽ ഇദ്ദേഹത്തിന്റെ മനസ്സിൽ ഓടിയെത്തുന്നത്. മതമൈത്രിയുടെ സന്ദേശമാണ് ചെല്ലപ്പൻ മേസ്തിരിയുടെ ഓടക്കുഴലിലൂടെ പുറത്തുവരുന്നവയിൽ ഏറെയും. കുടയത്തൂർ ശരംകുത്തി ക്ഷേത്രത്തിലെ മേൽശാന്തി 15 വർഷം മുമ്പ് നല്ല വിലയുള്ള ഓടക്കുഴൽ സമ്മാനമായി നൽകി. ഈ ഓടക്കുഴൽ ഉപയോഗിച്ചാണ് ഇപ്പോൾ വായിക്കുന്നത്. 15 വർഷങ്ങൾക്ക് ഈ ഓടക്കുഴൽ എൻ്റെ കയ്യിൽ കിട്ടിയിട്ട് 15 വർഷമായി. ഒരു തിരുമേനി സമ്മാനം തന്നു.
അത് കൊടത്തൂർ ശരംകുത്തി തരത്തിൽ മർച്ചന്റ്സ് അസോസിയേഷൻ, റെസിഡൻസ് അസോസിയേഷൻ, കുടുംബ സമ്മേളനങ്ങൾ എന്നിങ്ങനെ വിവിധ സംഘടനകളുടെ പരിപാടികളിൽ ഓടക്കുഴൽ വായനയിലൂടെ അനേകരെ ആവേശഭരിതരാക്കാനും അസ്വസ്ഥമായ മനസ്സുമായി കടന്നു വരുന്നവരെ പ്രശാന്തിയിലേക്ക് നയിക്കാനും ഇദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. കന്യാമറിയമേ നിന്നാമം വാഴ്ത്തപ്പെടട്ടെ, നന്മ നിറഞ്ഞ നിൻ സ്നേഹവാത്സങ്ങൾ ഞങ്ങൾക്കനുഗ്രഹമാകട്ടെ. നിരവധി സിനിമാ ഗാനങ്ങളും വായിച്ചിട്ടുണ്ട്. അവയോരോന്നും ഈണത്തിൽ വായിക്കുന്നത് കേട്ടാൽ ആരും ഒരു നിമിഷം നിന്നുപോകും. പതിനഞ്ച് വർഷമായി ഇദ്ദേഹം യോഗ അഭ്യസിക്കുന്നുണ്ട്. പ്രായം 78 ആയെങ്കിലും മേസ്തിരി ജോലിയും ഓടക്കുഴൽ വായനയും ഇദ്ദേഹത്തിന് ഇന്നും ഹരമാണ്. കാഞ്ഞിരമറ്റം സൂര്യൻകുന്നിൽ രത്നമ്മയാണ് ഭാര്യ. മക്കൾ നിർമ്മല, രാജേഷ്, സത്യൻ. ആൺമക്കൾ 2 പേരും മേസ്തിരിമാരാണ്. ഇതിനു പുറമെ അച്ഛൻ ചെല്ലപ്പനും രാജേഷും ശില്പങ്ങളുടെ നിർമ്മാണത്തിലും പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുണ്ട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബേക്കേഴ്സ് അസോസിയേഷൻ കേരളയുടെ ഇടുക്കി ജില്ലാ കൺവെൻഷനും കുടുംബ സംഗമവും അടിമാലിയിൽ നടന്നു. മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. അടിമാലി താലൂക്ക് ആശുപത്രിയിൽ കാർഡിയോളജി OP വിഭാഗം പ്രവർത്തനം ആരംഭിക്കാനുള്ള നീക്കം അട്ടിമറിക്കപ്പെട്ടുവെന്ന ആരോപണത്തിന് മറുപടിയുമായി അഡ്വക്കേറ്റ് A. രാജ MLA. അൽ-അസർ ഡെന്റൽ മെഡിക്കൽ കോളേജിൽ അത്യാധുനിക ഡിജിറ്റൽ ഡെന്റിസ്ട്രി ലാബ് 13-ന് ഉദ്ഘാടനം ചെയ്യുമെന്ന് മാനേജ്മെന്റ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. അടിമാലി സോപാനം സാംസ്കാരിക കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ ഉമ്മൻചാണ്ടി അനുസ്മരണവും വയോജന ദിനാചരണവും നടത്തി. അഡ്വക്കേറ്റ് ചാണ്ടി ഉമ്മൻ MLA ഉദ്ഘാടനം ചെയ്തു. വാഹനാപകടത്തിൽ പരിക്കേറ്റ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന ദമ്പതികളിൽ നിന്നും നഷ്ടപരിഹാരം വാങ്ങിത്തരാമെന്ന് പറഞ്ഞ് അഡ്വക്കേറ്റ് പൈസ തട്ടിയെടുത്തതായി ആരോപണം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.